ആവനാഴിയിൽ കൂരമ്പ് പോലുള്ള ചോദ്യങ്ങളുമായി ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ. അതിനിടയിൽ ഒരേയൊരു പിണറായി. AGDPയുടെ കാര്യത്തിൽ തൽക്കാലം തീരുമാനമൊന്നുമില്ല, അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതെന്ന് ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞു. തൃശ്ശൂർ പൂരം കലങ്ങിയെന്ന് അംഗീകരിക്കുമ്പോഴും ത്രിതല അന്വേഷണത്തിന് ഉത്തരവിടുകയല്ലാതെ അതിനും ഒരു നടപടിയില്ല. അവരുടെ പല ചോദ്യങ്ങൾക്കും ഹഹഹ എന്നായിരുന്നു പിണറായിയുടെ മറുപടി. ആ ചിരിയിൽ എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? ഒരു അന്വേഷണമാണ്. ഇന്നെൻ്റെ കൂടെയുള്ള ജോൺസേട്ടനാണ്. ജോൺസേട്ട പത്രസമ്മേളനം കണ്ടു ഇന്ന്? കണ്ടു. അപ്പോൾ ജോൺസേട്ടൻ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. കടുവയുടെ മുന്നിൽ പെട്ട മാൻകൂട്ടങ്ങളെ പോലെയാകുമോ മാധ്യമപ്രവർത്തകർ? അതെ, താങ്കൾ പ്രതീക്ഷിച്ചിരുന്ന പോലെയാണ് ഇന്ന് സംഭവിച്ചത്. എന്തായിരുന്നു റീഡിങ്? എന്താ സത്യത്തിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തമായി ഗെയിം പ്ലാൻ ഉണ്ട്. അദ്ദേഹം ഓരോ പ്രതിസന്ധിയെ അതിജീവിക്കാനായിട്ട് വ്യക്തമായിട്ട് പ്ലാനും പദ്ധതിയുമായാണ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുകയും മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്ക് തന്ത്രപരമായിട്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്ത് വളരെ സ്വന്തം അണികളുടെ മുന്നിൽ ഒരു ഹീറോ ആയി നിൽക്കുകയും സ്ഥിരമായി പാർട്ടിക്കെതിരെയും പ്രസ്ഥാനത്തിനെതിരെയും മാധ്യമങ്ങൾ എന്നും എതിർത്ത് നിൽക്കുന്നുണ്ട്. അവരെ പരിഹസിച്ച് അവരെ നിലംപരിശാക്കി എന്നൊരു ധാരണ സ്വന്തം അണികൾക്കും വോട്ട് ബാങ്കിനും നൽകി അദ്ദേഹം ഒരു വിജയശ്രീ ലാളിതനായ പോലെയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കും തോന്നുന്ന ഒരു അവസ്ഥയാണ് അവിടെ സത്യത്തിൽ സംഭവിച്ചത്. ആവർത്തിച്ചുള്ള ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം, PR ഏജൻസിക്കെതിരെ എന്തെങ്കിലും അന്വേഷണം? കാരണം രാജ്യത്ത് എന്താ പറയുക, മലപ്പുറത്തിൽ ഇന്ത്യയുടെ മുന്നിൽ തന്നെ ഒരു ഭീകര ജില്ലയാക്കി മാറ്റുന്ന അത്രയും ഗുരുതരമായ ആരോപണം പറഞ്ഞിട്ടും ഈ PR ഏജൻസിക്കെതിരെ ഒരു വാചകം പോലും ഒന്നും പിണറായി വിജയൻ, താങ്കൾ നേരത്തെ പറഞ്ഞ തന്ത്രപരമായ ഒഴിഞ്ഞുമാറൽ തന്നെയായിരുന്നു അത്. കാരണം അദ്ദേഹത്തിന് ഇതിൻ്റെ നമ്മളിത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലെ കോൺഫിഡൻസ് യഥാർത്ഥ കാരണം? പത്രക്കാരുടെ മുമ്പിൽ ധൈര്യമായിട്ട് പോകുമ്പോഴും കൃത്യമായിട്ട് ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നും ഏതൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടെന്നും കൃത്യമായി പ്ലാനിങ് ഉണ്ട്. കാരണം മാധ്യമങ്ങൾ ഇപ്പം നമ്മൾ കാലാകാലങ്ങളായിട്ട് മാധ്യമ സിൻഡിക്കേറ്റ്, മാധ്യമങ്ങൾ പാർട്ടിയുടെ ശത്രു, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞൊരു ബൂർഷാ മാധ്യമങ്ങളാണ്, പാർട്ടിയെ നശിപ്പിക്കുന്നു, ഇടതുപക്ഷത്തെ തകർക്കുന്നു എന്നൊരു വിശ്വാസം ഇടതുപക്ഷത്തിന് കാലാകാലങ്ങൾ വോട്ട് ചെയ്യുന്ന അണികളുടെ ഇടയിലുള്ളതുകൊണ്ട് ഈ മാധ്യമങ്ങൾ എന്തൊക്കെ കുത്തിത്തിരിവുകൾ ഉണ്ടാക്കിയാലും ഇതൊന്നും അടിസ്ഥാന വോട്ട് ബാങ്കിനെ ബാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു ധൈര്യമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത്. ഈ ഹിന്ദു ദിനപത്രം ഖേദം പ്രകടിപ്പിച്ചു, അതുകൊണ്ട് കഴിഞ്ഞു ആ വിഷയം? അത് കൃത്യമായിട്ട് താങ്കൾ വിശ്വസിക്കുന്ന ഒരു PR ഏജൻസി ഉണ്ടെന്ന് ഇപ്പോൾ പുതിയ കാലത്ത് തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങൾ പോലും ഉണ്ടാക്കുന്ന PR ഏജൻസികളാണ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഹിന്ദുവിൻ്റെ ഖേദപ്രകടനം കൊണ്ട് കഴിഞ്ഞോ? അല്ല, വിഷയം അവിടെ അവസാനിക്കുന്നില്ല. അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തന്നെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ മാറ്റം വരാത്തോളം കാലം എന്ത് പ്രശ്നം? കൃത്യമായിട്ട് പിണറായി, അതാണ് കാര്യം. നമുക്ക് ഞാനൊരു എക്സാമ്പിൾ, നമ്മൾ നമ്മുടെ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മുടെ ഇറ്റാലിയൻ ടീം അല്ലെങ്കിൽ തെക്കേ അമേരിക്കൻ ടീമുകൾ തമ്മിൽ മത്സരമാണ്. തെക്കേ അമേരിക്കൻ ടീമുകൾ കളി തുടങ്ങി ഇങ്ങനെ ഉറുമ്പ് ഓടീൻ്റെ കാണുന്ന പോലെ ഓടീൻ്റെ എടുക്കും. ഇറ്റാലിയൻ ടീമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാവധാനം നിന്ന് കളിച്ച് ഒരു ഗോൾ എങ്ങനെയാലും തള്ളിയിടും, ജയിക്കാനൊരു ഗോളേ വേണ്ടു എന്ന് പറഞ്ഞ പോലെ 90 മിനിറ്റും ആര് കളിക്കുന്നു എന്നല്ല, ലക്ഷ്യത്തിലേക്ക് ഗോൾ അടിക്കുന്നതിലാണ് പ്രധാനം. അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ എന്ത് പറയുന്നു, പ്രതിപക്ഷം എന്ത് പറയുന്നു, ആരൊക്കെ എന്തൊക്കെ ആരോപണം ഉന്നയിക്കുന്നതിലല്ല എന്ന് അവരുടെ ലൈനിലേക്ക് മുഖ്യമന്ത്രി പോകുന്നില്ല എന്ന് മുഖ്യമന്ത്രിക്ക് ഗോൾ അടിക്കാൻ അറിയാം. ആ ഗോള് ഉറച്ചു നിൽക്കുകയാണ്. ആ ഗോള് ഞാൻ അടിക്കും, നിങ്ങൾ എന്തൊക്കെ എങ്ങനെ വേണേ കളിച്ചോ. അതാണ് പോയിന്റ്. അപ്പൊ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ കിട്ടിയേക്കാളും ഇനി കിട്ടിയ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടുണ്ടല്ലോ, അതിനേക്കാളും കുറവ് വോട്ട് ഒരിക്കലും ഇനി കുറയാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് മാക്സിമം കുറവാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. മലപ്പുറം പോയാൽ പോലും 70 സീറ്റ് എന്നുള്ള മാർക്ക് അങ്ങനെയല്ലേ? അതെന്ന് വെച്ചാൽ നമ്മൾ 87 തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടോ എന്ന് അറിയാം. ഓർമ്മയുണ്ടോ? 87 അന്ന് എല്ലാ ലീഗും ഇപ്പുറത്തായിരുന്നു. എന്നിട്ടും എന്ത് സംഭവിച്ചു?
അതെ, അതിനു മുമ്പ് ലീഗിനെ എടുക്കണമെന്ന് എം വി രാഘവനൊക്കെ പുറത്താക്കി. അതാ പറഞ്ഞത്, ബദൽ രേഖ അതന്നെ ബദൽ രേഖയില് ഈ പറയുന്ന പോലെ എം വി രാഘവനെ പുറത്താക്കി. ഇ കെ നായനാര് തെറ്റി പറഞ്ഞു കയറി. അന്ന് തീരുമാനം എടുത്തു, വർഗീയതുമായിട്ട് അല്ലെങ്കിൽ വർഗീയ പാർട്ടി ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് വളരെ റിസ്ക്. ഒരു കാരണവശാലും കേറില്ല എന്നുള്ള സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് സത്യത്തിൽ ഭൂരിപക്ഷ വിഭാഗത്തിലെ വോട്ട് മുഴുവനും സമാഹരിച്ചെടുത്ത് അധികാരത്തിലെത്തിയത് LDF. അതേ അതേ തന്ത്രമാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അന്ന് എടുത്ത അതേ EMS എടുത്ത അതേ തന്ത്രം. പക്ഷേ ഇപ്പോൾ വർഷം ഒരു 2024 അതെ, മാത്രമല്ല അന്നത്തെ അണികളല്ല വെച്ചാൽ അന്നത്തെ ജനങ്ങളല്ല കേരളത്തിൽ. കാരണം ഇന്ന് വളരെയധികം യുവാക്കൾ കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗതി പിടിക്കാൻ സാധ്യതയുള്ളവർ, രക്ഷപ്പെടാൻ സാധ്യതയുള്ള പഠിച്ചവർ. അപ്പം കഴിഞ്ഞാൽ താഴെത്തട്ടിൽ അടിത്തട്ടിൽ പുതിയ തലമുറയിൽ വരുന്ന ആളുകൾ, പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ചേഞ്ചസ് വരാം. ആ ചേഞ്ചസിനെ നേരിടാനുള്ള തന്ത്രം മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കും. കേരളത്തിൽ ഇപ്പോൾ ഒരു 140 നിയോജകമണ്ഡലത്തിൽ 40 മണ്ഡലങ്ങളാണ് BJPക്ക് ശക്തമായി ഒരു ത്രികോണ മത്സരം കാഴ്ചവെക്കാനുള്ള സാധ്യത. 100 സീറ്റിൽ അവർക്ക് ഒരിക്കലും ജയസാധ്യത ഇല്ലയെന്ന്. ആ സീറ്റിൽ 87 സാഹചര്യത്തിൻ്റെ തരത്തിലേക്ക് വോട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ പക്ഷേ BJPയുടെ വോട്ട് ഷെയർ പോലും ഒരു പക്ഷേ ഇടതുപക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിരിക്കാം ഈ BJPക്ക് വോട്ട് ചെയ്യുന്ന തീവ്ര വികാരമില്ലാത്ത ആൾക്കാരെ വോട്ട് മറിക്കാം. അപ്പം നമ്മൾ ഈ 40 എന്ന് പറഞ്ഞല്ലോ, 40 ലക്ഷം എന്ന്. പിന്നെ 40 മണ്ഡലങ്ങൾ കഴിച്ച് നിർത്തിയിൽ ബാക്കി 100ഓളം മണ്ഡലം. അത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അറിയാലോ, മലപ്പുറം ജില്ല തന്നെ അറിയാലോ. മലപ്പുറം നമ്മൾ എറണാകുളം പല ജില്ലയിലും BJPക്ക് വളരെ കുറവ് വോട്ടുള്ള സ്ഥലങ്ങൾ. അവിടെ ഒരിക്കലും അവർ ജയിക്കില്ലാത്ത മണ്ഡലങ്ങളുണ്ടെന്ന്, 100ഓളം മണ്ഡലങ്ങളുണ്ടെന്ന്. എങ്ങനെ മത്സരിച്ചാലും ജയിക്കില്ല എന്ന്. അപ്പോൾ ആ മത്സരങ്ങളിൽ അവിടെ മത്സരിക്കുന്ന സ്വാഭാവികമായിട്ട് മത്സരത്തിൻ്റെ ഗതി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അന്നത്തെ 87 സാഹചര്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷം എത്തപ്പെടാമെന്ന് ആ ഒരു സാധ്യതയാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. തീർച്ചയായും ജോൺ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിലൂടെ കൃത്യമായി തൻ്റെ അണികളോട് കൃത്യമായിട്ടുള്ളൊരു സന്ദേശം കൊടുത്തിരിക്കുകയാണ്. മാധ്യമങ്ങൾ പലതും പറയും എൻ്റെ ജീവിതം നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കരുത്. ഭരണ വിഷയങ്ങളോ ഭരണപരമായ കാര്യങ്ങളേക്കാൾ ഉപരിയായിട്ട് ഇത്തരം വിഷയങ്ങൾ ആ ഒരു 87 ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ കേരളത്തെ എത്തിക്കുക, അതാണ് ലക്ഷ്യം. ആ തന്ത്രത്തിലൂടെ അധികാരം പിടിച്ചടക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസമാണ് പുള്ളിക്കുള്ളത്. ഇത്രയും നേരം കേരള രാഷ്ട്രീയത്തിലെ സമകാലീന വിഷയത്തെക്കുറിച്ച് ഇത്രയും ആഴത്തിൽ നമ്മളോട് സംബന്ധിച്ച ജോൺ ചേട്ടാ ഒരുപാട് നന്ദി.